ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? നമ്മളും കുഴപ്പമില്ലട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു എയർപോർട്ടിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ, പാത്തു, ജംഷിക്കാക്ക, ഇക്ക, റീസ, ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ പോകുന്നത്. കാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവിൽ ഞാൻ ഒരുപാട് പേർക്ക് സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ളത് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇക്ക മസ്കറ്റ് പോയ സമയത്ത് കോഴിക്കോട് എയർപോർട്ടിൽ അങ്ങനെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പള്ളിയിൽ കയറിയിട്ടോ നിസ്കരിച്ചിട്ടൊക്കെ കേട്ടോ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലോട്ടാണ് പോകണത് കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ജോലി അന്വേഷിച്ച് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ്റെ വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഏകിയിട്ടുള്ളത് അവിടെ നമ്മളെത്തും അല്ലേ. ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടേക്ക് പോകുമ്പോൾ ഇവിടുന്ന് എന്തോ ഇതൊക്കെ എടുക്കണം കേട്ടോ, എന്തോ ടിക്കറ്റ് എന്തോ എടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ മുത്തുമണികളെ, ഞാനൊരു കാര്യം പറയാം. നമ്മളെ കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. കളിയാക്കുന്നവരും കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. അത് അവരവർ സംസ്കാരം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ കേട്ടത് നമ്മൾ മുഖത്ത് നോക്കിയിട്ട്, അത് ആരാണെങ്കിലും മുഖത്ത് നോക്കിയിട്ട് പറയും. നമ്മളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അത് നമ്മൾ അറിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവനാൻ്റെ കാര്യം നോക്കി ജീവിക്കുക. ഞങ്ങളെ കാര്യം നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. കൂട്ടും കുടുംബം ആരാണെങ്കിലും ഒരുപാട് ആളുകൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവും കാര്യങ്ങളും എടുത്തിട്ട് ഭയങ്കര രീതിയിലാണ് സംസാരിക്കുന്നത്. എങ്ങനെ വെച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ പാട്ടും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ വന്നിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കണം. അതിൽ ഓരോരുത്തർ എരന്നുങ്ങാണ്ട് വീട് വെക്കണ നാണല്ലാത്ത വർഗ്ഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരോട് എനിക്ക് മറുപടി പറയാൻ എന്താ വെച്ചാൽ, നിങ്ങളെ അവതാരത്തിലല്ല നമ്മൾ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ കാര്യത്തിൽ ആരും ഇടപെടും വേണ്ട കേട്ടോ. അപ്പോൾ അത്ര ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞെന്താ വെച്ചാൽ, ഞാനത് അറിഞ്ഞിട്ടുണ്ട് ആ കാര്യം. ഇൻ്റർവ്യൂവും കാര്യങ്ങളും വീഡിയോ ചെയ്തുകൊണ്ട് വീടുണ്ടാക്കണ ഇരക്കണ ജന്മങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട്. അതുകൊണ്ട് അത് ആരാന്നുള്ളത് ഈ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർത്തോ. ഇനി എങ്ങനെ ഞങ്ങളെക്കുറിച്ച് പറയാൻ ഒരു അവകാശം നിങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. അപ്പോൾ കൂട്ടും കുടുംബം ആരാണെങ്കിലും അവനാൻ്റെ കാര്യം അവനാ നോക്കത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ ഹസ്ബൻഡിന് വയ്യാത്തതാണ്. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് വിദേശത്ത് ജോലി ചെയ്യണമെന്ന്. അതിന് എതിർപ്പ് പറയാനും ഒരുപാട് പേരുണ്ട്. ഈ എതിർപ്പ് പറയണ ആരും നമുക്കൊന്നും കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. ഇത്രയും കാലമായിട്ട് ആരും ഒന്നും കൊടുത്ത് തന്നിട്ടുമില്ല. ഇനി ആരും കൊടുത്ത് തരുമൊന്നും വേണ്ട. അപ്പോൾ ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഞാൻ ഈ വിദേശത്ത് പോവേ എന്ത് പണി ഞാൻ ചെയ്യും. അതിനെ എതിർക്കാൻ ആരുണ്ടെങ്കിൽ എതിർത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ആരാ അവതാരത്തിലല്ല നമ്മൾ കഴിയണത് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ മുത്തുമണികളെ, ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഈ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാനെ കൊണ്ടാക്കണ സമയത്താട്ടോ അവിടെ പോയിട്ടുള്ളത്. പിന്നെ പോയിട്ടില്ല. ഇക്ക മസ്കറ്റിൽ പോയിനു. 2 വർഷം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. 1.25 വർഷത്തോളം ഇക്ക അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇക്കാക്ക് ഈ കാലിൻ്റെ വെരിക്കോസിൻ്റെ പ്രശ്നവും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ വിസൻ്റെ പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ പറയുന്ന ആളുകൾ ആരും നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തന്നെയാണ് വിസൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അങ്ങനെ അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അവിടെ പോയി. അതിൻ്റെ ബാക്കിലൂടെ ഒരു വഴിയുണ്ട്. ഞാൻ, ജംഷിക്കാക്ക, ഇക്ക, പാത്തു, ഞങ്ങളെല്ലാവരും പാടെ അങ്ങനെ റൺവേ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പോയി. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. മുത്തുമണികളെ, ഇത് ഞാൻ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് പാത്തു, ജംഷിക്കാക്ക ഇവർ കാരണം കേട്ടോ. ഞാനും ഇക്ക ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഞാൻ കയറിയിട്ടൊന്നുമില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഒരു കാലത്ത് ഞാൻ കയറും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ കയറും. എനിക്ക് പഠിച്ചോ വിധിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കയറും. അപ്പോൾ ഒരുപാട് സന്തോഷമായി. അതിന് ഒരുപാട് നന്ദി പറയണത് ജംഷിക്കാക്കാനോട് പാത്തുനോട് കേട്ടോ. ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ ആ ഒരു സമയത്ത് രാത്രി തന്നെ ഞങ്ങളവിടെ കൊണ്ടുപോയി കാണിച്ചെന്ന് ഒരുപാട് സന്തോഷം കേട്ടോ.
ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളെ കുടുംബത്തിൽ പറഞ്ഞത് നമ്മൾ നന്നാവണത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എന്നാൽ നമ്മളെ ബാക്കിൽ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. അത് നമ്മളെ കുടുംബം എന്ന് പറയുമ്പോൾ പുറമുള്ള ആളുകളാട്ടോ. അതാരാന്നുള്ളതൊക്കെ ഇപ്പോൾ ഈ വോയിസ് കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ്, നമ്മളെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളെ പേര് പറഞ്ഞിട്ട് വേറെ ആരെയും കുറ്റപ്പെടുത്തും വേണ്ട. അത് ഓർത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കണം എന്നുണ്ടാവില്ല. ഒരു കാലത്ത് നമ്മളും സന്തോഷിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഈ പറയണ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാവും എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമ്മൾ ആരെയും ആരെയും ഒന്നും കണ്ടിട്ടല്ല ഇത് ചെയ്യണത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വീട് ചെയ്യണതും. ചിലപ്പോൾ ഞാൻ തലയിൽ തട്ടിട്ടില്ല എന്ന് വരും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. ചിലപ്പോൾ ഞാൻ തട്ട ഇടൂല. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. അതാരും നോക്കണ്ട. അതാരാണെങ്കിലും അത് നോക്കണ്ട. അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഫ്ലൈറ്റ് പോയതിന് ശേഷം നല്ലൊരു ചെറുതായിട്ടൊരു കാറ്റ് വന്നിട്ട് പിന്നെ ഫുള്ളൊരു മേഘം, ഒരു കോട പോലെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനും പാത്തും ഇക്കയും ജംഷിക്കാക്കി ഇവരൊക്കെ പറയുകയും ചെയ്തു. ആദ്യം വിചാരിച്ച എവിടെയെങ്കിലും തീ ഇട്ടതാ, അതിൻ്റെ പുക വരുന്നത്. പിന്നെ ജംഷിക്കാക്ക പറഞ്ഞു അത് കോടയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഫോണിൽ എത്രത്തോളം ഫോണിൽ വലിയ ക്ലിയർ തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ നല്ല രസമുണ്ടായി കേട്ടോ. നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളെ തലയുടെ മേലെ കൂടെ ഇങ്ങനെ പോണ പോലെ ഒരു ഫീൽ ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തണുപ്പും. അപ്പോൾ ജംഷിക്കാക്ക പറഞ്ഞു ഇവിടെ ഒരുപാട് ഫാമിലി രാത്രി വരലുണ്ട് ഇങ്ങനെ കാണാൻ. അതുപോലെ ഒരുപാട് ആളുകൾ വരലുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കുളമുണ്ട്. പിന്നെ അവിടെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു മതിലിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, അപ്പോൾ വെടി വെക്കും. അതൊക്കെ പറഞ്ഞു തരായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമായി ഇങ്ങനെയൊക്കെ നേരിൽ കാണാൻ പറ്റിയതിൽ. കയറാൻ പറ്റിയില്ലെങ്കിലും കാണാനെങ്കിലും പറ്റുമല്ലോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ വിധി ഉണ്ടെങ്കിൽ ഞാനും പോകും ഇൻഷാ അല്ലാ. എൻ്റെ കൂടെ എപ്പോഴും എല്ലാത്തിനും സപ്പോർട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇക്കാൻ്റെ സപ്പോർട്ട് മാത്രം മതി. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ അവിടെയൊക്കെ കണ്ട് തിരിച്ച് പോവാട്ടോ. ഇവിടുന്ന് ഇനി പിന്നെ നമ്മൾ പോണത് ഇവിടേക്കാട്ടോ, കോഴിക്കോട് ബീച്ചിലേക്കാണ് പോണത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ നാളെ അപ്ലോഡ് ആക്കാട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് പോവാണ്. അപ്പോൾ മുത്തുമണികളെ, ബീച്ചിലെ വിശേഷങ്ങളൊക്കെ നാളെ ഇൻഷാല്ലാ അപ്ലോഡ് ആക്കാം. ഓക്കെ. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ കേട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ. എനിക്കിങ്ങനെ വീഡിയോയിൽ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാവരോടും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.